മോദി സർക്കാരിന്റെ സാമ്പത്തിക പരിഷ്കാരങ്ങൾ രാജ്യത്തിനുണ്ടാക്കിയത് ലക്ഷം കോടികളുടെ കടം. കഴിഞ്ഞ 4.5 വർഷക്കാലം കൊണ്ട് 27 ലക്ഷം കോടി രൂപയുടെ കടം കേന്ദ്ര സർക്കാരിനുണ്ടായതായി കേന്ദ്ര ധനമന്ത്രാലയം. 49% സർക്കാരിന്റെ കടം വർദ്ധിച്ചത്. പൊതുകടം, ആഭ്യന്തര കടം എന്നിവയിലും വൻ വർധനവുണ്ടായതായും ധനമന്ത്രാലയം വെള്ളിയാഴ്ച പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു. കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക തൽസ്ഥിതി വ്യക്തമാക്കി കേന്ദ്ര ധനമന്ത്രാലയം പുറത്തിറക്കിയ റിപ്പോർട്ടിന്റെ 8ാം എഡിഷനിലാണ് മോദി സർക്കാരിന്റെ സാമ്പത്തിക പരിഷ്കാരങ്ങൾ പരാജയമായതിന്റെ കണക്കുകൾ ഉള്ളത്. ഭരിച്ച 4.5 വർഷം കൊണ്ട് 27 ലക്ഷം കോടി രൂപയുടെ കടം മോദി സർക്കാർ രാജ്യത്തിന് ഉണ്ടാക്കി. 49%, 4.5 വർഷക്കാലം കൊണ്ട് രാജ്യത്തിന്റെ കടം വർദ്ധിച്ചെന്നും വെള്ളിയാഴ്ച പുറത്തുവിട്ട റിപ്പോർട്ടിൽ ധനമന്ത്രാലയം പറയുന്നു. 2014-ൽ 54,90,763 കോടി രൂപയായിരുന്നു സർക്കാരിന്റെ കടം. ഇത് 2018 സെപ്റ്റംബർ ആയപ്പോഴേക്കും 27 ലക്ഷം കോടി രൂപ വർദ്ധിച്ച് 82,03,253 കോടി രൂപയായി. പൊതുകടത്തിന്റെ കാര്യത്തിലും വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പൊതുകടം 51.7% വർദ്ധിച്ച് 48 ലക്ഷം കോടിയിൽ നിന്നും 73 ലക്ഷം കോടിയായി ഉയർന്നു. ആഭ്യന്തര കടമാകട്ടെ 54% വർദ്ധിച്ച് 68 ലക്ഷം കോടിയിലുമെത്തി. 2010-11 സാമ്പത്തിക വർഷം മുതലാണ് സാമ്പത്തിക തൽസ്ഥിതി വ്യക്തമാക്കി കേന്ദ്ര സർക്കാരുകൾ റിപ്പോർട്ടുകൾ പരസ്യപ്പെടുത്താൻ തുടങ്ങിയത്. കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട രേഖ തന്നെ കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക പരിഷ്കാരങ്ങൾ പരാജയമെന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. നോട്ട് നിരോധനം, GST, ഡിജിറ്റൽ എക്കണോമി തുടങ്ങിയ കേന്ദ്ര സർക്കാർ ആശയങ്ങൾ രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തിയതിൽ യാതൊരു പങ്കും വഹിച്ചിട്ടില്ലെന്നുകൂടിയാണ് ഈ കണക്കുകളിലൂടെ വ്യക്തമാകുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ബിജെപിക്കെതിരെ പശ്ചിമബംഗാളിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം പ്രതിപക്ഷ പാർട്ടികളുടെ വൻ റാലി നടന്നു. 14 പ്രതിപക്ഷ പാർട്ടികൾ റാലിയിൽ പങ്കെടുത്തു. രാഹുൽ ഗാന്ധി, മായാവതി, ഇടതു പാർട്ടി നേതാക്കളും വിട്ടുനിന്നു. അതേസമയം റാലിയെ പരിഹസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തി. ഒരു MLA മാത്രമുള്ള പാർട്ടികൾക്ക് പോലും രാജ്യം ഭരിക്കണമെന്നാണ് ആഗ്രഹമെന്ന് മോദി വിമർശിച്ചു. പൊതുതെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം അവശേഷിക്കുകയാണ് മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ കൽക്കട്ടയിൽ പ്രതിപക്ഷ പാർട്ടികളുടെ റാലി അരങ്ങേറിയത്. സമാജ്വാദി നേതാവ് അഖിലേഷ് യാദവ്, NCPയിൽ നിന്നും ശരത് പവാർ, ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു, ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, JDS നേതാക്കളായ ദേവഗൌഡ, കുമാരസ്വാമി, നാഷണൽ കോൺഫറൻസിൽ നിന്ന് ഫറൂഖ് അബ്ദുള്ള, DMK അധ്യക്ഷൻ MK സ്റ്റാലിൻ, ലാലു പ്രസാദ് യാദവിന്റെ പുത്രൻ തേജസ്വി യാദവ്, മറ്റു പ്രതിപക്ഷ നേതാക്കളായ അജിത് സിംഗ്, ശരത് യാദവ്, ഹേമന്ത് സോറൻ, ബാബുലാൽ മറാണ്ടി തുടങ്ങിയവരും റാലിയിൽ സന്നിഹിതരായി. ഗുജറാത്തിൽ നിന്നും ജിഗ്നേഷ് മേവാനി, ഹാർദിക് പട്ടേൽ എന്നിവരും റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. എല്ലാ ഭിന്നതകളും മറന്ന് BJPക്കെതിരെ ഒരുമിച്ച് പോരാടുമെന്ന് നേതാക്കൾ അറിയിച്ചു. രാഹുൽ ഗാന്ധിയെ ഉയർത്തിക്കാട്ടി മഹാസഖ്യം രൂപപ്പെടുത്താൻ കോൺഗ്രസ് ശ്രമിക്കുമ്പോഴാണ് പ്രതിപക്ഷ നേതൃനിരയിലേക്ക് വരാൻ മമതാ ബാനർജിയുടെ ശ്രമം. രാഹുൽ ഗാന്ധി, മായാവതി എന്നിവർ പ്രതിനിധികളെ അയച്ചെങ്കിലും റാലിക്കെത്തിയില്ല. മമതാ ബാനർജിയുമായി സൗഹൃദത്തിലായിരുന്ന തെലങ്കാന മുഖ്യമന്ത്രി KCRയുടെ അസാന്നിധ്യവും ശ്രദ്ധേയമായി. നവീൻ പട്നായിക്കും ഇടതു പാർട്ടികളും റാലിയിൽ നിന്ന് അകലം പാലിച്ചു. പശ്ചിമ ബംഗാളിലെ 42 ലോക്സഭാ സീറ്റുകളിൽ വിജയമുറപ്പിക്കുകയാണ് തൃണമൂലിന്റെ ലക്ഷ്യം. അതേസമയം റാലിയെ പരിഹസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തി. ഗുജറാത്തിലെ പൊതുചടങ്ങിൽ സംസാരിക്കുകയായിരുന്ന മോദി മഹാസഖ്യം വിജയിക്കില്ലെന്ന് വിമർശിച്ചു. സ്വന്തം താൽപര്യമാണ് പ്രതിപക്ഷത്തിനുള്ളത്. ഒരു MLA മാത്രമുള്ള പാർട്ടിക്ക് പോലും രാജ്യം ഭരിക്കണമെന്നാണ് ആഗ്രഹം. മോദിയുടെ ഭരണം അഴിമതി ഭരണമെന്ന് പ്രതിപക്ഷവും തിരിച്ചടിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. LDF സർക്കാർ അധികാരമേറ്റ 1000 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി പൂർത്തീകരിക്കപ്പെടുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അവസാന മിനുക്കുപണി പൂർത്തിയാക്കി പൈപ്പ് ലൈൻ വേഗത്തിൽ നാടിന് സമർപ്പിക്കാനാണ് തീരുമാനം. മതിയായ നഷ്ടപരിഹാരം ഉറപ്പാക്കി ജനങ്ങളുടെ ആശങ്ക പരിഹരിച്ചാണ് വികസന കുതിപ്പിൽ നാഴികക്കല്ലാകുന്ന പദ്ധതിയായി സർക്കാർ മുന്നോട്ടു പോയതെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചു. 2010-ലാണ് വാതക പൈപ്പ് ലൈൻ പദ്ധതിക്ക് തുടക്കമായത്. 2012 ജനുവരിയിൽ 2ാം ഘട്ടം കൊച്ചി, മംഗലാപുരം, കൊച്ചി, കോയമ്പത്തൂർ, ബാംഗ്ലൂരു പദ്ധതിക്കും അനുമതി ലഭിച്ചു. സ്ഥലം ഏറ്റെടുക്കാത്തതിനെ തുടർന്ന് 2014 ഓഗസ്റ്റിൽ മുഴുവൻ കരാറുകളും ഗെയിൽ ഉപേക്ഷിച്ചിരുന്നു. ഇഴഞ്ഞു നീങ്ങിയ പദ്ധതിക്ക് 2016 ജൂണിലാണ് പിന്നീട് ജീവൻ വച്ചത്. കൊച്ചി, മംഗലാപുരം പാതയിൽ 410 കിലോമീറ്ററിലാണ് കേരളത്തിൽ പൈപ്പ് ലൈൻ ഇടേണ്ടത്. 2016 മെയ് വരെ 80 കിലോമീറ്റർ ദൂരത്തിലുള്ള ഭൂവിനിയോഗ അവകാശം മാത്രമാണ് ഗെയിലിന് കൈമാറിയത്. 2016 ജൂണിന് ശേഷം 330 കിലോമീറ്റർ പൈപ്പ് ലൈൻ ഇടാൻ സ്ഥലം ലഭ്യമാക്കി. LDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമായിരുന്നു ഇത് എന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. 1000 ദിവസങ്ങൾക്കുള്ളിലാണ് 380 കിലോമീറ്റർ ദൂരത്തും പൈപ്പ് ലൈൻ ഇട്ടത്. 22 സ്റ്റേഷനുകളിൽ 22ഉം 1000 ദിനങ്ങൾക്കിടയിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞു.
അവസാന മിനുക്കുപണി പൂർത്തിയാക്കി പൈപ്പ് ലൈൻ വേഗത്തിൽ നാടിന് സമർപ്പിക്കാനാണ് ലക്ഷ്യം വെക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൊച്ചി മംഗലാപുരം പാതയിൽ കൂറ്റനാട് വച്ച് കോയമ്പത്തൂർ ബാംഗ്ലൂർ പാതയിലേക്കുള്ള പൈപ്പ് ലൈൻ ആരംഭിക്കും. കേരളത്തിന്റെ ഭാഗമായ 98 കിലോമീറ്ററിൽ 85 കിലോമീറ്ററിലും ഭൂവിനിയോഗ അവകാശം ലഭ്യമാക്കിയത് 1000 ദിവസങ്ങൾക്കുള്ളിലാണ്. 20 കിലോമീറ്റർ പ്രവൃത്തിയും ഈ ഘട്ടത്തിൽ പൂർത്തീകരിച്ചു. മതിയായ നഷ്ടപരിഹാരം ഉറപ്പാക്കി ജനങ്ങളുടെ ആശങ്ക പരിഹരിച്ചുകൊണ്ടാണ് വികസന കുതിപ്പിൽ നാഴികക്കല്ലാവുന്ന പദ്ധതിക്കായി സർക്കാർ മുന്നോട്ടു പോയതെന്നും മുഖ്യമന്ത്രി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പ്രവാസികൾക്ക് യാതൊരു പരിഗണനയും കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുന്നില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അടിസ്ഥാന സൌകര്യ വികസനത്തിൽ പ്രവാസികളെ ഉൾപ്പെടുത്തിയുള്ള നിക്ഷേപത്തിന് സർക്കാർ ആലോചിക്കുന്നതായി മുഖ്യമന്ത്രി കോഴിക്കോട് പറഞ്ഞു. കേരള പ്രവാസി സംഘം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പ്രവാസി സമൂഹത്തെക്കുറിച്ച് യാതൊരു പരിഗണനയും കേന്ദ്ര സർക്കാരിൽ ഉണ്ടാകുന്നില്ല എന്നതാണ് യഥാർത്ഥ വസ്തുത. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം കേരള സർക്കാർ അതീവ ഗൗരവമായി തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ പ്രവാസികളെ ആദരിക്കുന്ന സമീപനമാണ് സംസ്ഥാനം സ്വീകരിക്കുന്നത്. കൊല്ലത്ത് RSPയും BJPയും തമ്മിൽ രഹസ്യധാരണയെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. പ്രേമചന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം ഇതിന് തെളിവെന്നും കോടിയേരി. ആലപ്പാട്ടെ ജനങ്ങൾക്കൊപ്പമാണ് സർക്കാരെന്നും കോടിയേരി പറഞ്ഞു. ഞങ്ങൾ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് സീറ്റ് വിഭജനം പൂർത്തിയായിട്ടില്ല. ഇടതുപക്ഷ മുന്നണി തീരുമാനമായതിനു ശേഷം മാത്രമേ ഞങ്ങൾ സ്ഥാനാർത്ഥികളെക്കുറിച്ച് CPM ആലോചിക്കുള്ളൂ. ഇപ്പോഴേ ഇവിടെ ഒരു സീറ്റിലേക്ക് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് UDFന്റെ പ്രഖ്യാപനമല്ല. UDF ഇതുവരെ ഒരു സ്ഥാനാർത്ഥിയെയും പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ കൊല്ലം സീറ്റിൽ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അത് BJPയുമായിട്ട് RSP ഉണ്ടാക്കിയ ധാരണ പ്രകാരമാണ് ആ പ്രഖ്യാപനം വന്നിട്ടുള്ളത്. BJPയും പ്രേമചന്ദ്രനും തമ്മിൽ ഒരു രഹസ്യധാരണയുണ്ട്. ആ രഹസ്യധാരണ അരക്കിട്ട് ഉറപ്പിക്കുകയാണ് ഇപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ UDF അല്ലേ പ്രഖ്യാപിക്കേണ്ടത്? UDFന് അനുമതിയുണ്ടോ ഈ പ്രഖ്യാപനത്തിന്? അപ്പോൾ അത് അവർ തമ്മിൽ നടക്കുന്ന ചില അന്തർനാടകങ്ങളുടെ ഭാഗമാണ് ആ പ്രഖ്യാപനം. കൊല്ലത്ത് NK പ്രേമചന്ദ്രൻ തന്നെ UDF സ്ഥാനാർത്ഥിയെന്ന് രമേശ് ചെന്നിത്തല. UDFുമായി ആലോചിച്ചാണ് RSP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. RSP സ്ഥാനാർത്ഥിയെ നേരത്തെ പ്രഖ്യാപിച്ചതിൽ തെറ്റില്ല. കൊല്ലം സീറ്റ് RSPയുടേതാണെന്ന് എല്ലാവർക്കും അറിയാമെന്നും ചെന്നിത്തല പറഞ്ഞു. UDF ആയിട്ടൊക്കെ ആലോചിച്ചത് തന്നെയാണ്, അതിനകത്തൊന്നും ഒരു സംശയവുമില്ല. കൊല്ലത്ത് പ്രേമേന്ദ്രൻ തന്നെയാണ് സ്ഥാനാർത്ഥി എന്നുള്ളത് RSP പറഞ്ഞതിനകത്ത് ഒരു തെറ്റുമില്ല. പക്ഷെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്, കൊല്ലത്ത് അവർക്കൊരു സീറ്റ് ഉണ്ടായിരുന്നതാണ്. കഴിഞ്ഞാണ് UDF കൊല്ലത്ത് കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് സീറ്റ് അവർക്ക് കൊടുത്തതാണ്. അതെല്ലാവർക്കും അറിയാവുന്നൊരു ധാരണയാണ്. പ്രഖ്യാപിക്കുന്ന അവസാനമേ ഉള്ളൂ, ധാരണ എല്ലാവർക്കും ഉണ്ട്. ശബരിമലയിൽ മകരമാസ പൂജ നാളെ അവസാനിക്കും. രാവിലെ നടയടച്ച് മേൽശാന്തി പന്തളം രാജപ്രതിനിധിക്ക് താക്കോൽ കൈമാറുന്നതോടെയാണ് ചടങ്ങുകൾ അവസാനിക്കുന്നത്. ഇന്ന് രാത്രി 10 മണിക്ക് ഹരിവരാസനം പാടി നടയടച്ചാൽ മല കയറി വരുന്ന ഭക്തർക്കുള്ള ദർശനം അവസാനിക്കും. നാളെ രാവിലെ നട തുറന്ന് പന്തളം കൊട്ടാരത്തിൽ നിന്നുള്ള പ്രത്യേക പൂജയും കഴിഞ്ഞ് നടയടയ്ക്കുന്നതോടെയാണ് മകരമാസ പൂജ അവസാനിക്കുന്നത്. ചിത്തിരാട്ട വിശേഷത്തിന് നട തുറന്നപ്പോൾ തന്നെ സന്നിധാനത്ത് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സംഘപരിവാർ സംഘടനകൾ അക്രമം അഴിച്ചുവിട്ടിരുന്നു. എന്നാൽ ശബരിമല ഇപ്പോൾ ശാന്തമാണെന്നും സംഘപരിവാറുകാരുടെ വ്യാജപ്രചരണങ്ങളും അക്രമവും അവസാനിപ്പിക്കുവാൻ സർക്കാരിനും ദേവസ്വം ബോർഡിനുമായെന്നും ബോർഡംഗം അഡ്വക്കേറ്റ് N. വിജയകുമാർ പറഞ്ഞു. ബഹുമാനപ്പെട്ട ഗവൺമെന്റും അതുപോലെ ദേവസ്വം ബോർഡ് മന്ത്രിയും ദേവസ്വം ബോർഡും എടുത്തിട്ടുള്ള നിലപാടുകളും ഭക്തർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള സംവിധാനങ്ങൾ കൊണ്ടാണ് ആദ്യഘട്ടത്തിലെ ഈ സംഘർഷാവസ്ഥ മറികടക്കുവാൻ ദേവസ്വം ബോർഡിന് കഴിഞ്ഞത്. ആദ്യഘട്ടത്തിൽ വൻപിച്ച പ്രചരണമാണ് ശബരിമലയ്ക്കെതിരായിട്ട് ചില കേന്ദ്രങ്ങളിൽ നിന്ന് നടത്തിയത്. ശബരിമലയിൽ കാണിക്കയിടരുത്, അതെല്ലാം ഗവൺമെൻറ് എടുത്തുകൊണ്ട് പോകുന്നുണ്ട് എന്നുള്ള തെറ്റായ പ്രചരണം അവർ നടത്തി. ഗവൺമെൻറ് യഥാർത്ഥത്തിൽ ബഡ്ജറ്റിൽ വിഹിതം നൽകിക്കൊണ്ട് ശബരിമലയെ സഹായിക്കുന്ന, ദേവസ്വം ബോർഡിനെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. നാളെ രാവിലെ നട തുറന്ന് ഭസ്മാഭിഷേകവും നടത്തി അയ്യപ്പനെ യോഗദണ്ഡം ധരിപ്പിച്ച പന്തളം രാജപ്രതിനിധിക്ക് ദർശനം നൽകി നടയടയ്ക്കും. ശേഷം മേൽശാന്തി ക്ഷേത്രത്തിന്റെ താക്കോൽ രാജപ്രതിനിധിക്ക് നൽകും. തുടർന്ന് 18ാം പടി ഇറങ്ങി രാജാവ് ഇനിയുള്ള ഒരു വർഷത്തേക്ക് പൂജയ്ക്കുള്ള ചിലവിനായി കിഴിപ്പണവും താക്കോലും ദേവസ്വം മാനേജരെ ഏൽപ്പിക്കും. പിന്നീട് തിരുവാഭരണവുമായി പന്തളം കൊട്ടാര പ്രതിനിധി മലയിറങ്ങും. ഇതോടെ മണ്ഡല മകരവിളക്കുത്സവവും തുടർന്നുള്ള മകരമാസ പൂജയും അവസാനിക്കും. റിനു ശ്രീധർ, ന്യൂസ് ബ്യൂറോ, സന്നിധാനം.
സുപ്രീം കോടതിയിൽ നൽകിയ പട്ടിക തയ്യാറാക്കിയത് ദേവസ്വം ബോർഡ് അല്ലെന്ന് പ്രസിഡന്റ് എ പത്മകുമാർ. സർക്കാർ നൽകിയ പട്ടിക വസ്തുതാപരമാണ് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബോർഡിന് ശബരിമലയിലെത്തുന്ന സ്ത്രീകളുടെ കണക്കെടുക്കാൻ സംവിധാനമില്ലെന്നും പത്മകുമാർ തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. കാരണം ദേവസ്വം ബോർഡ് അല്ലല്ലോ കണക്ക് അങ്ങനെ കൊടുത്തത്, ഗവൺമെന്റ് കൊടുത്തു. ഗവൺമെന്റിൽ വ്യക്തമായിട്ടുള്ള കണക്കുള്ളത് കൊണ്ടായിരിക്കുമല്ലോ കൊടുത്തിട്ടുള്ളത്. അതല്ലാതെ ഇപ്പോൾ ദേവസ്വം ബോർഡ് എന്ത് പറയാൻ പറ്റും? അല്ല, അതിപ്പോൾ നമ്മളെ സംബന്ധിച്ച് വ്യക്തതയുള്ളത്, നമ്മളങ്ങനെ സ്ത്രീകൾ കയറുന്നുണ്ടോ എന്ന് ഇപ്പോൾ നോക്കാൻ സംവിധാനം ഇല്ലല്ലോ. ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് ആണ് അതിന്റെ ഉത്തരവാദിത്വം. ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കണക്ക് കൃത്യമായിരിക്കും എന്നാണ് എൻ്റെ ധാരണ. ഇതുവരെ എനിക്കൊരു വ്യത്യാസപ്പെട്ടൊരു അഭിപ്രായം എനിക്ക് കിട്ടിയിട്ടില്ല. തൃശൂർ മാന്താമംഗലം പള്ളി തർക്കത്തിന് പരിഹാരമാകുന്നു. ജില്ലാ കളക്ടർ മുന്നോട്ട് വെച്ച ഉപാധികൾ അംഗീകരിക്കാൻ യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങൾ തയ്യാറായതാണ് പ്രശ്നപരിഹാരത്തിന് വഴിവെച്ചത്. ഹൈക്കോടതി വിധിയനുസരിച്ച് പള്ളിയുടെ ഭരണ ചുമതല ഒഴിയാൻ യാക്കോബായ വിഭാഗം തയ്യാറായപ്പോൾ ഹൈക്കോടതിക്ക് മുന്നിലിരിക്കുന്ന അപ്പീലിൽ തീരുമാനമാകും വരെ പള്ളിയിൽ പ്രവേശിക്കില്ലെന്ന് ഓർത്തഡോക്സ് വിഭാഗവും കളക്ടറെ അറിയിച്ചു. അതേസമയം നാളെ ഒരു ദിവസത്തേക്ക് കുർബാനയ്ക്ക് അനുമതി നൽകണമെന്ന് യാക്കോബായ സഭ ആവശ്യമുന്നയിച്ചെങ്കിലും കളക്ടർ അംഗീകരിച്ചില്ല. ദിവസങ്ങൾ നീണ്ട തർക്കത്തിനാണ് താൽക്കാലിക പരിഹാരമായിരിക്കുന്നത്. പള്ളിയുമായി ബന്ധപ്പെട്ട് സംഘർഷം ഒഴിവാക്കി സമാധാനാന്തരീക്ഷം പുനഃസ്ഥാപിക്കണമെന്ന കളക്ടറുടെ നിർദ്ദേശം കഴിഞ്ഞ ദിവസം തന്നെ ഇരുകൂട്ടരും അംഗീകരിച്ചിരുന്നു. ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന അപ്പീലിൽ വിധി വരുന്നതുവരെ പള്ളിയിൽ പ്രവേശിക്കില്ലെന്ന് ഓർത്തഡോക്സ് വിഭാഗം ഉറപ്പു നൽകിയപ്പോൾ പള്ളിയിലെ പ്രാർത്ഥനായജ്ഞം അവസാനിപ്പിച്ച് മടങ്ങാൻ യാക്കോബായ വിഭാഗവും തയ്യാറായി. അതേസമയം ഹൈക്കോടതി വിധി പ്രകാരം പള്ളിയുടെ ഭരണ ചുമതല ഒഴിയുന്നത് സംബന്ധിച്ച് നിലപാടറിയിക്കാൻ കളക്ടർ യാക്കോബായ വിഭാഗത്തോട് നിർദ്ദേശിച്ചിരുന്നു. ഉപാധികൾ അംഗീകരിക്കാൻ തയ്യാറാണെന്ന് കൂടിയാലോചനകൾക്ക് ശേഷം യാക്കോബായ സഭ കളക്ടറെ അറിയിച്ചു. വിധി പ്രകാരം ഭരണ ചുമതല ഒഴിയാൻ തയ്യാറാണെന്നും ആരാധന നടത്താൻ പള്ളിയിൽ പ്രവേശിക്കില്ലെന്നും യാക്കോബായ വിഭാഗം രേഖാമൂലം കളക്ടർക്ക് ഉറപ്പു നൽകി. എന്നാൽ നാളെ ഒരു ദിവസത്തേക്ക് പള്ളിയിൽ കുർബാന നടത്താൻ അനുമതി നൽകണമെന്നൊരാവശ്യം യാക്കോബായ വിഭാഗം മുന്നോട്ട് വെച്ചു. ഈ ആവശ്യം കളക്ടർ തള്ളി. കുർബാനയ്ക്ക് അനുമതി നൽകിയാൽ ഭാവിയിലെ വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്ന് കണ്ടതിനെ തുടർന്നാണ് തീരുമാനം. കളക്ടറുടെ തീരുമാനം അംഗീകരിക്കുന്നതായി യാക്കോബായ സഭയും വ്യക്തമാക്കിയതോടെ പള്ളിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് വിരാമമായി. 2 ദിവസം മുൻപാണ് അവകാശ തർക്കവുമായി ബന്ധപ്പെട്ട് ഇരുവിഭാഗവും പള്ളിക്ക് മുന്നിൽ നേർക്കുനേർ ഏറ്റുമുട്ടിയത്. ഇതേ തുടർന്നാണ് കളക്ടർ ഇടപെട്ട് പ്രശ്നപരിഹാരം സാധ്യമാക്കിയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വൈദ്യുതി ചാർജ് വർധന സംബന്ധിച്ച തീരുമാനമായിട്ടില്ലെന്ന് മന്ത്രി എം എം മണി. ചാർജ് വർധന റെഗുലേറ്ററി കമ്മീഷന്റെ പരിഗണനയിലാണെന്നും മന്ത്രി പറഞ്ഞു. ഭാരിച്ച വർധനം ഉണ്ടാകില്ലെന്നും അദ്ദേഹം തൊടുപുഴയിൽ പ്രതികരിച്ചു. ചാർജ് വർധനവ് സംബന്ധിച്ചൊക്കെ റെഗുലേറ്ററി കമ്മീഷൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതാണ് ചാർജ് വർധനവ് എന്തെങ്കിലും ഉണ്ടാവും. പക്ഷേ വലിയ ദ്രോഹമൊന്നും വരാൻ വഴിയൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കുഴപ്പമൊന്നും നോക്കാം. പിന്നെ അതെ, അങ്ങനെ ആയിരിക്കും പരമാവധി. മുനമ്പം മനുഷ്യക്കടത്തിലെ മുഖ്യ സൂത്രധാരന്മാരെ തിരിച്ചറിഞ്ഞു. രവീന്ദ്ര, ശാന്തകുമാർ, ശ്രീകാന്ത് എന്നിവരാണ് മുഖ്യ സൂത്രധാരന്മാരെന്ന മൊഴി. മുനമ്പം വഴി ന്യൂസിലാൻഡിലേക്ക് കടത്താൻ ശ്രമിച്ച് പിടിയിലായ ദില്ലി സ്വദേശി പ്രഭുവാണ് പോലീസിന് മൊഴി നൽകിയത്. 230 പേർ ന്യൂസിലാൻഡിലേക്ക് മുനമ്പം വഴി പോകാൻ ശ്രമിച്ചെന്നും ഇതിൽ 19 പേരാണ് പോകാൻ സാധിക്കാതെ തിരികെ മടങ്ങിയതെന്നും പോലീസിന് വിവരം ലഭിച്ചു. പ്രധാന പ്രതികളുടെ ദൃശ്യങ്ങൾ പീപ്പിൾ ടിവിക്ക് ലഭിച്ചു. മുനമ്പം വഴി വിദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട് തിരികെ എത്തിയ പ്രഭു ഇന്നലെയാണ് പോലീസ് പിടിയിലായത്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്യവെയാണ് രവീന്ദ്ര, ശാന്തകുമാർ, ശ്രീകാന്ത് എന്നിവരാണ് മനുഷ്യക്കടത്ത് ആസൂത്രണം ചെയ്തത് എന്ന വിവരം പോലീസിന് ലഭിച്ചത്. ഇത് ഇവരുടെ യഥാർത്ഥ പേരുകളാണോ എന്നതിൽ പോലീസിന് സംശയമുണ്ട്. ഇവർ 3 പേരും വിവിധ സംസ്ഥാനങ്ങളിൽ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരാണെന്ന് പീപ്പിൾ ടിവി നടത്തിയ അന്വേഷണത്തിൽ ബോധ്യമായി. 230 പേർ മുനമ്പം വഴി ജനുവരി 12-ന് പുലർച്ചെ ന്യൂസിലാൻഡിലേക്ക് പോകാൻ തയ്യാറായി നിന്നു. എന്നാൽ താൻ ഉൾപ്പെടെ 19 പേരെ ഒഴിവാക്കി ബോട്ട് പുറപ്പെട്ടു. 1.5 മാസം മുൻപ് യാത്രയ്ക്കായി ബോട്ട് തയ്യാറാക്കാൻ തുടങ്ങി. 1.5 ലക്ഷം മുതൽ 3 ലക്ഷം വരെ ഇവർ ആളുകളുടെ കയ്യിൽ നിന്ന് വാങ്ങി. നാടുവിടാൻ സാധിക്കാത്ത 19 പേരും ഇന്നും നാളെയുമായി തിരികെ വീടുകളിലെത്തുമെന്നും പ്രഭു പോലീസിനോട് പറഞ്ഞു. അതേസമയം പ്രഭു നടത്തിയ വിമാനയാത്രകൾ ദുരൂഹമെന്ന് പോലീസ് കരുതുന്നുണ്ട്. ഇന്ന് രാവിലെയോടെയാണ് പ്രഭുവിനെ ദില്ലിയിൽ നിന്നും പോലീസ് കേരളത്തിലെത്തിച്ചത്. കൂടുതൽ ചോദ്യം ചെയ്യലിനായി കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസ് തീരുമാനം. മുനമ്പം വഴി വിദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ച ദില്ലി സ്വദേശിയുടെ അറസ്റ്റോടെ മനുഷ്യക്കടത്തിന് പിന്നിലെ ദില്ലി ബന്ധങ്ങളുടെ ചുരുളഴിയുമെന്നാണ് കേരള പോലീസിന്റെ പ്രതീക്ഷ. ദില്ലി അംബേദ്കർ നഗർ പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നും ക്യാമറാമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം ശരത് കെ ശശി, ന്യൂസ് ബ്യൂറോ, ദില്ലി. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ ബലാത്സംഗ കേസിൽ സാക്ഷികളായ തങ്ങൾക്ക് നിരന്തര ഭീഷണിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി കുറവിലങ്ങാട്ടെ 4 കന്യാസ്ത്രീകൾ മുഖ്യമന്ത്രി പിണറായി വിജയന് കത്ത് നൽകി. കേസ് അട്ടിമറിക്കാൻ ബിഷപ്പ് ശ്രമിക്കുന്നതായി കത്തിൽ പറയുന്നു. തങ്ങളുടെ സ്ഥലമാറ്റം തടയാൻ മുഖ്യമന്ത്രി ഇടപെടണമെന്നും കന്യാസ്ത്രീകൾ കത്തിലൂടെ ആവശ്യപ്പെട്ടു.
കുറവിലങ്ങാട് മഠത്തിലെ കന്യാസ്ത്രീകളായ അനുപമ, ജോസഫിൻ, ആൽഫി, ആൻസിറ്റ എന്നിവരാണ് മുഖ്യമന്ത്രിക്ക് കത്തയച്ചത്. കുറവിലങ്ങാട് മഠത്തിൽ നിന്ന് തങ്ങളെ സ്ഥലം മാറ്റിയത് സമ്മർദ്ദത്തിലാക്കാനാണെന്ന് കന്യാസ്ത്രീകൾ കത്തിൽ പറയുന്നു. കേസിന്റെ കാലാവധി തീരും വരെ കുറവിലങ്ങാട്ട് തുടരാൻ അനുവദിക്കണമെന്നും കന്യാസ്ത്രീകൾ ആവശ്യപ്പെട്ടു. സാക്ഷികളായ തങ്ങൾക്ക് നിരന്തര ഭീഷണിയുണ്ടെന്നും കന്യാസ്ത്രീകൾ മുഖ്യമന്ത്രിയെ അറിയിച്ചു. ബലാത്സംഗത്തിനിരയായ കന്യാസ്ത്രീയെ സഹായിക്കുക മാത്രമാണ് തങ്ങൾ ചെയ്ത കുറ്റം. നിയമത്തിന്റെ പഴുതിലൂടെ രക്ഷപ്പെടാൻ ബിഷപ്പ് ശ്രമിക്കുകയാണെന്നും കന്യാസ്ത്രീകൾ കത്തിൽ പറയുന്നു. സ്ഥലം മാറ്റിക്കൊണ്ടുള്ള മദർ സുപ്പീരിയറിന്റെ ഉത്തരവ് കഴിഞ്ഞ ദിവസമാണ് ലഭിച്ചത്. ബിഷപ്പിന്റെ താളത്തിനൊത്ത് തുള്ളുന്നയാളാണ് മദർ സുപ്പീരിയർ എന്നും കന്യാസ്ത്രീകൾ പറഞ്ഞു. ബലാത്സംഗത്തിനിരയായ കന്യാസ്ത്രീയും മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. കന്യാസ്ത്രീയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായി സമരം നടത്തിയ കന്യാസ്ത്രീകളെ സ്ഥലം മാറ്റിക്കൊണ്ട് മിഷണറീസ് ഓഫ് ജീസസ് മദർ ജനറൽ ഉത്തരവിറക്കിയിരുന്നു. സമരം നടത്തിയ 5 കന്യാസ്ത്രീകളെയും വെവ്വേറെ സ്ഥലങ്ങളിലേക്കാണ് മാറ്റിയത്. ഇത് പ്രതികാര നടപടിയാണെന്ന് കന്യാസ്ത്രീകൾ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ബിഷപ്പിനെതിരെ കന്യാസ്ത്രീകൾ പരസ്യ സമരത്തിനിറങ്ങിയത് സഭാചട്ടങ്ങളുടെ ലംഘനമാണെന്നും സഭാ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ കന്യാസ്ത്രീകൾക്ക് ബാധ്യതയുണ്ടെന്നുമാണ് സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവിൽ പറയുന്ന ന്യായം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കോട്ടയം അയർക്കുന്നത്ത് കാണാതായ 15-കാരിയുടെ മൃതദേഹം കണ്ടെത്തി. അരീപ്പറമ്പ് ഒറവയ്ക്കലുള്ള ഹോളോബ്രിക്സ് കമ്പനിക്ക് സമീപത്തെ പുരയിടത്തിൽ കുഴിച്ചിട്ട നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സംഭവത്തിൽ ഹോളോബ്രിക്സ് കമ്പനിയിലെ ഡ്രൈവർ പോലീസ് കസ്റ്റഡിയിലായി. അയർക്കുന്നം സ്വദേശിയായ 15-കാരിയെ വ്യാഴാഴ്ചയാണ് വീട്ടിൽ നിന്ന് കാണാതായത്. മൃതദേഹം കണ്ടെത്തിയ സ്ഥാപനത്തിലെ ഡ്രൈവറും മാലം സ്വദേശിയുമായ അജീഷിന്റെ ഫോൺ കോളാണ് ഏറ്റവും ഒടുവിൽ പെൺകുട്ടിക്ക് ലഭിച്ചത്. ഇത് സംബന്ധിച്ച് ബന്ധുക്കൾ പോലീസിനെ അറിയിച്ചതോടെ അജീഷിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയായിരുന്നു. ഒടുവിൽ കൊലപാതകം നടത്തി മൃതദേഹം വാഴക്കൂട്ടത്തിൽ ഉപേക്ഷിച്ചതായി അജീഷ് പോലീസിനോട് സമ്മതിച്ചു. മാനഭംഗശ്രമത്തിനിടെയാണ് കൊലപാതകമെന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചതായാണ് വിവരം. പ്രതിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒറവയ്ക്കലിലെ ഹോളോബ്രിക്സ് കമ്പനിക്ക് സമീപത്തെ പുരയിടത്തിലെ വാഴക്കൂട്ടത്തിനിടയിൽ നിന്നും പോലീസ് മൃതദേഹം കണ്ടെടുത്തു. ഡിവൈഎസ്പി ആർ ശ്രീകുമാർ, സിഐഡി ആർ ജിജു, എസ്ഐ അനൂപ് ജോസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും എത്തി സ്ഥലത്ത് പരിശോധന നടത്തി. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ പ്രതിയെ നമ്മുടെ കുട്ടിയെത്തി ഉച്ചയ്ക്ക് ശേഷമുള്ള ഇത്ര സമയമാണ് എടുത്തത്. അതിനകത്ത് കൂടുതൽ ചോദ്യം ചെയ്യലും ബാക്കി കാര്യങ്ങളൊക്കെ ബോഡി ഇങ്ങനെ ഉണ്ടെന്നുള്ള അറിവിൽ നമ്മളോട് വന്ന് ബോഡി കണ്ടെത്തി നടപടി. കൊന്നത് എങ്ങനെയാണെന്ന് അത് കൂടുതൽ അവർ പറയുന്ന മാത്രം വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഈ പോസ്റ്റ്മോർട്ടം കൂടെ പ്രാഥമികമായി പുള്ളി എന്താ പറഞ്ഞത് ചെയ്തായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പുള്ളി എന്നെ സമ്മതിച്ചു, കുറ്റം സമ്മതിച്ചു. മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. നേരത്തെ 2 തവണ വിവാഹം ചെയ്ത് ബന്ധം വേർപ്പെടുത്തിയ അജേഷിന്റെ പേരിൽ അയർക്കുന്നം പോലീസ് സ്റ്റേഷനിൽ കേസുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഇടുക്കി നടുപ്പാറ എസ്റ്റേറ്റ് ഇരട്ടക്കൊലപാതക കേസിൽ പ്രതിയുടെ മൊഴി പുറത്ത്. മോഷണ ശ്രമത്തിനിടെയാണ് റിസോർട്ട് ഉടമ ജേക്കബ് വർഗീസിനെയും സഹായി മുത്തയെയും കൊലപ്പെടുത്തിയത്. മോഷ്ടിച്ച 146 കിലോ ഏലക്ക വിറ്റതിലൂടെ 1,80,000 രൂപ ലഭിച്ചെന്നും ഇതുമായാണ് രക്ഷപ്പെട്ടതെന്നും പ്രതി ബോബിൻ മൊഴി നൽകി. പോലീസ് എത്തിയെന്ന വിവരം ലഭിച്ചതോടെയാണ് തമിഴ്നാട്ടിലേക്ക് പോയതെന്നും 9 കിലോമീറ്റർ കാട്ടിലൂടെ നടന്നായിരുന്നു യാത്രയെന്നും മൊഴിയിലുണ്ട്. മധുരയിൽ 2 ദിവസം തങ്ങിയതായും പ്രതി മൊഴി നൽകി. ബോബിൻ മറ്റ് കേസുകളിലും പ്രതിയാണ്. തിരുവല്ല പെരിങ്ങൽ വേങ്ങൽ പാടശേഖരത്ത് കീടനാശിനി തളിക്കുന്നതിനിടെ ദേഹാസ്വാസ്ഥ്യമുണ്ടായ 2 കർഷക തൊഴിലാളികൾ മരിച്ചു. കഴുപ്പിൽ കോളനി സനൽകുമാർ, മാങ്കളത്തിൽ മത്തായി ഈശോ എന്നിവരാണ് മരിച്ചത്. അമിത അളവിൽ കീടനാശിനി ഉപയോഗിച്ചതാണ് മരണകാരണം. വ്യാഴാഴ്ച വൈകിട്ടോടെയാണ് സംഭവം. മരിച്ച സനൽകുമാറും 3 പേരും ചേർന്ന് മോട്ടോർ പമ്പ് ഉപയോഗിച്ച് കീടനാശിനി തളിക്കുന്നതിനിടെയാണ് ദേഹാസ്വാസ്ഥ്യമുണ്ടായത്. കീടനാശിനി പ്രയോഗം കണ്ടുകൊണ്ടിരുന്ന മാങ്കളത്തിൽ മത്തായി ഈശോയ്ക്കും ദേഹാസ്വാസ്ഥ്യമുണ്ടായി. തുടർന്ന് ഇവരെയെല്ലാം ചങ്ങനാശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് പുലർച്ചെയോടെ സനൽകുമാറും മത്തായിയും മരിച്ചു. ഇരുവരുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. തിരുവല്ലയിൽ കീടനാശിനി പ്രയോഗത്തിനിടെ അസ്വസ്ഥത വന്ന് ചികിത്സയിലിരിക്കെ 2 കർഷകർ മരണപ്പെട്ട സംഭവത്തിൽ കൃഷിമന്ത്രി വി.എസ്. സുനിൽകുമാർ ഇടപെട്ടു. ഇവർ കീടനാശിനി വാങ്ങിയ 2 വളം ഡിപ്പോകൾ പൂട്ടിച്ചു. മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു നടപടി. കൂടാതെ സംസ്ഥാനത്തെ എല്ലാ വളം കീടനാശിനി ഡിപ്പോകളും പരിശോധിച്ച് അടിയന്തര റിപ്പോർട്ട് നൽകാനും മന്ത്രി നിർദ്ദേശം നൽകി. സംസ്ഥാനത്തെ കൃഷി ഓഫീസർമാർക്കാണ് ഇതിന്റെ ചുമതല. ഇതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കാനാണ് സർക്കാർ തീരുമാനം. പ്രാദേശിക കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി എം. മണി. അടിമാലിയിൽ നടക്കുന്ന കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമ്മേളനത്തിന്റെ ഭാഗമായുള്ള റിപ്പോർട്ട് അവതരണത്തിനൊപ്പം വിവിധ കമ്മിറ്റികളുടെ തിരഞ്ഞെടുപ്പും നടന്നു. പ്രോട്ടോകോൾ സംബന്ധിച്ച് പി.ജെ. ജോസഫ് എം.എൽ.എക്ക് നിയമബോധമില്ലാത്തതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നതെന്ന് മന്ത്രി എം. മണി.
മന്ത്രിമാരുള്ള ചടങ്ങിൽ അധ്യക്ഷനാക്കിയില്ലെന്ന് പറഞ്ഞ് പരിപാടി ബഹിഷ്കരിക്കുന്നത് ബാലിശമാണെന്നും മന്ത്രി പറഞ്ഞു. നാണക്കേട് കാരണമാണ് MLA ന്യായീകരണവുമായി വരുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. PJ ജോസഫിനോട് ഞങ്ങൾക്ക് യാതൊരു വിദ്വേഷമൊന്നുമില്ല, അത് ഞങ്ങൾക്കറിയാം. അദ്ദേഹത്തിന് പക്ഷേ അദ്ദേഹത്തിന് നിയമബോധവും കാര്യവും കുറവാണ്. അതാണ് പ്രശ്നം. പുള്ളിക്ക് അങ്ങനെയല്ല. മന്ത്രിമാർ എത്ര വന്നാലും ആര് വന്നാലും പുള്ളിയെ അധ്യക്ഷനാക്കണമെന്ന് പറഞ്ഞാൽ നിയമബോധവും ന്യായബോധവും ഇല്ലാത്തതുകൊണ്ടാണ്. എന്ത് ചെയ്യാനാ അതിന് പറ. ഏയ് അതൊക്കെ ഇപ്പൊ നാണംകേട് വന്നപ്പോ പുള്ളി ഇങ്ങനെ പറയുന്ന മണഗുണാന്ന് പറയുന്ന പുള്ളിക്ക് ഇതേപ്പറ്റി പുള്ളി ആ പറയുന്നതൊന്നും തീരെ ശരിയല്ല.